നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. തീരദേശ മേഖലയിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമാക്കി MDMA വിൽപ്പന നടത്തിവന്ന യുവാവിനെ പോലീസ് പിടികൂടി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ചാപ്പാറ സ്വദേശി കുര്യാപ്പള്ളി വീട്ടിൽ സുഹൈലാണ് പിടിയിലായത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് റൂറൽ ഡാൻസ് ഓഫ് സംഘവും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കൊടുങ്ങല്ലൂർ കാവിൽക്കടവിൽ വെച്ചാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത്. 2016 കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ കേസിലെ പ്രതി കൂടിയാണ് സുഹൈൽ. വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയ ശേഷവും ഇയാൾ ലഹരിമരുന്ന് കച്ചവടം തുടരുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പ്രമോദ്, തൃശൂർ റൂറൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ സലാം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI CR പ്രദീപ്, GASI IR ലിജു, GSCPO CK ബിജു, CPOമാരായ നിഷാന്ത്, സുർജിത് സാഗർ എന്നിവരും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ SIമാരായ അതുൽ മേനോൻ, അർഫാത്ത്, GSI സബി, GASI ഉമേഷ്, CPOമാരായ ബിജു കുമാർ, ഷമീർ എന്നിവരും അടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഗൾഫ് രാജ്യങ്ങളിൽ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസം അനുഭവിച്ച ശേഷം നാട്ടിലെത്തിയ 2 പേർ വീണ്ടും MDMA വിൽപ്പന നടത്തുന്നതിനിടെ പോലീസിന്റെ പിടിയിലായി. വലപ്പാട് സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് റാഷിദ്, പുല്ലൂറ്റ് സ്വദേശി കുന്നുപുറത്ത് വീട്ടിൽ ഷംനാദ് എന്നിവരാണ് 20 ഗ്രാമോളം MDMAയുമായി തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡും വലപ്പാട് പോലീസും ചേർന്ന് പിടികൂടിയത്. വലപ്പാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഗൾഫിൽ വെച്ച് മയക്കുമരുന്ന് കേസിൽ ഷംനാദ് 6 വർഷവും മുഹമ്മദ് റാഷിദ് 1.5 വർഷവും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവരാണ്. ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷവും ഇവർ മയക്കുമരുന്ന് ഇടപാടുകൾ തുടരുകയായിരുന്നു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി പ്രമോദ്, തൃശൂർ റൂറൽ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ സലാം, തൂഫാൻ സ്പെഷ്യൽ സ്ക്വാഡ് SI പ്രദീപ് CR, ASI ലിജു IR, GSCPO ബിജു CK, CPOമാരായ നിഷാദ്, സുർജിത് സാഗർ, വലപ്പാട് പോലീസ് സ്റ്റേഷൻ SI എബിൻ, GASI നിഷി, CPOമാരായ സന്ദീപ്, ശ്യാം, മാഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ പ്രഖ്യാപിച്ചു. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം നേടി. SHCGHSS ചാലക്കുടി, SCGHSS കോട്ടക്കൽ, മാള എന്നീ വിദ്യാലയങ്ങൾ ജില്ലാതലത്തിൽ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഉപജില്ലാതലത്തിലെ മികച്ച വിദ്യാലയങ്ങളായി PCGHSS വെള്ളിക്കുളങ്ങര, ദീപ്തി HS തലോർ, NHSS ഇരിങ്ങാലക്കുട, സെന്റ് അഗസ്റ്റിൻ HSS കുട്ടനെല്ലൂർ തുടങ്ങിയവ തിരഞ്ഞെടുക്കപ്പെട്ടു. AI ലിറ്ററസി, റോബോട്ടിക് പരിശീലനം, ഡിജിറ്റൽ ഇൻക്ലൂഷൻ, സ്കൂളുകളുടെ സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന അവാർഡ് വിതരണ ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ജില്ലാതല വിജയികൾക്കുള്ള അവാർഡ് വിതരണം നടത്തി. കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ സ്പെഷ്യൽ സെക്രട്ടറി ഡോക്ടർ D സജിത് ബാബു, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കൈറ്റ് CEO K അൻവർ സാദത്ത് എന്നിവർ പങ്കെടുത്തു. ജില്ലാതലത്തിൽ 1ഉം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടുന്ന സ്കൂളുകൾക്ക് യഥാക്രമം 40,000, 30,000, 20,000 രൂപ വീതമാണ് ക്യാഷ് അവാർഡ്. പുരസ്കാര തുകയ്ക്ക് പുറമെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രോഫിയും പ്രശംസാപത്രവും സ്കൂളുകൾക്ക് വിതരണം ചെയ്തു. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,160 രൂപയും പവന് 1,05,280 രൂപയും രേഖപ്പെടുത്തി.
തലോർ ജെറുസലേം റോഡിൽ അരിമ്പൂര് കൊമ്പൻ ഡേവിസ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമാണ്. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് തലോർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ. മോളിയാണ് ഭാര്യ. സ്റ്റാറി, റിസ്റ്റൻ എന്നിവർ മക്കളും ജ്യോതിഷ്, ഷിൻസി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.